പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ഒരാളും നിങ്ങളുടെ അമലുകൾ കൊണ്ട് നാളെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ചെയ്ത അമല് കൊണ്ട് രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇപ്പൊ സഹാബാക്കൾക്ക് അത്ഭുതം, ഇത്രയൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അമല് കൊണ്ട് രക്ഷപ്പെടൂല എന്നാണ് ഈ പറയുന്നത്. നബിയെ വലാ അൻസ്, നിങ്ങളും രക്ഷപ്പെടില്ലേ, നിങ്ങളും നിങ്ങളുടെ അമല് കൊണ്ട് രക്ഷപ്പെടില്ലേ? നബി തങ്ങൾ പറഞ്ഞു വലാ അന, ഞാനും രക്ഷപ്പെടൂല. സഹാബാക്കൾക്ക് അത്ഭുതമായി. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇല്ലാ തഗമ്മദനി അല്ലാഹ്, അല്ലാഹു തആല അവന്റെ ഫളുലും അവന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും ഇല്ലാതെ ഒരാൾക്കും നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. അവർ എത്ര അമൽ ചെയ്താലും ശരി, എത്ര അമൽ ചെയ്താലും റബ്ബിന്റെ കാരുണ്യമില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 500 വർഷക്കാലം ജീവിതത്തിൽ നിസ്കരിച്ചു തീർത്തൊരു ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു മഹാന്റെ ചരിത്രം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. 500 വർഷക്കാലമാണ് അള്ളാഹുവിനെ ആരാധിച്ചത്. അയാൾ മരിച്ചുപോയി. അപ്പോഴാണ് അല്ലാഹു തആല അദ്ദേഹത്തെ നേരെ മഹ്ശറിലേക്ക് കൊണ്ടുപോയി അല്ലാഹു അയാളോട് ചോദിക്കുന്നത്, മനുഷ്യ, നീ ഇന്ന് രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നീ ഇന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? 500 വർഷക്കാലം സുജൂദിൽ കിടന്ന മനുഷ്യനോടാ ചോദിക്കുന്നത്, നീ ഇന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞു, ഉറപ്പല്ലേ, ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആരാ രക്ഷപ്പെടുക? 500 വർഷക്കാലം ഞാൻ സുജൂദിൽ കിടന്ന് നിസ്കരിച്ചിട്ട് ഞാൻ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാണ്, ഞാൻ രക്ഷപ്പെടും. എങ്ങനെയാ നീ രക്ഷപ്പെടുക? ഞാൻ എൻ്റെ അമല് കൊണ്ട് തന്നെ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമല് കൊണ്ട് തന്നെ രക്ഷപ്പെടും. അപ്പോഴാണ് അല്ലാഹു, എന്നാൽ നിന്റെ അമല് നമ്മൾക്കൊന്ന് തൂക്കി നോക്കാം, നീ 500 വർഷം ചെയ്ത ഇബാദത്തുകൾ നമ്മൾക്കൊന്ന് കണക്കാക്കി നോക്കാം. ഓക്കെ. നബി സല്ലല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ കണ്ണിന്റെ കാഴ്ച ശക്തി, അത് അള്ളാഹു തന്നതല്ലേ, കണ്ണ് നമ്മൾ ഉണ്ടാക്കിയല്ലോ, അള്ളാഹു തന്നതല്ലേ. ആ കണ്ണിന്റെ കാഴ്ച ശക്തി, ആ ഒരു കണ്ണിന്റെ കാഴ്ച ശക്തി എന്നൊരു അനുഗ്രഹം ഒരു തുലാസിലിട്ട് വെച്ചു. ഇയാളുടെ 500 വർഷക്കാലത്തെ നിസ്കാരവും ഒരു തുലാസിൽ വെച്ചു. നോക്കുമ്പോ അള്ളാഹു നൽകിയ നിഅമത്ത് കണ്ണിന്റെ കാഴ്ച ശക്തിയാണ് 500 വർഷത്തെ ഇബാദത്തിനേക്കാളും വെയിറ്റ് ഉള്ളത്. ഒരു കണ്ണിന്റെ കാഴ്ചശക്തി, പിന്നെ ചെവിയില്ലേ, നാവില്ലേ, കൈകളില്ലേ, കാലുകളില്ലേ, ബുദ്ധിശക്തിയില്ലേ, ചിന്തയില്ലേ, മറ്റുള്ള സൗകര്യങ്ങളില്ലേ, ഇതൊന്നും എടുത്തില്ല. കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് പോലും നിന്റെ 500 വർഷത്തെ അമലുകൾ പകരമാവില്ല എന്ന് അയാളോട് അല്ലാഹു പറയുകയും എന്നിട്ട് അയാളെ നരകത്തിലേക്ക് അല്ലാഹു കൊണ്ടുപോവുകയും ചെയ്തുവെന്നും നരകത്തിലേക്കുള്ള വഴിയിൽ അല്ലാഹുവിനോട് അയാൾ മാപ്പ് ചോദിക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ എൻ്റെ അമല് കൊണ്ടല്ല റബ്ബേ രക്ഷപ്പെടുന്നത്, ഞാൻ രക്ഷപ്പെടുന്നത് നിന്റെ ഫള് കൊണ്ടാണ് റബ്ബേ, നിന്റെ ഔദാര്യം കൊണ്ടാണ് റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ടാണ് റബ്ബേ എന്ന് അയാൾ തിരുത്തി പറഞ്ഞപ്പോഴാണ് അല്ലാഹു അയാൾക്ക് സ്വർഗം നൽകുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അമല് കൊണ്ട് രക്ഷപ്പെടില്ല, അമലല്ല, സ്നേഹം വലിയ പ്രധാനമാണിതിൽ. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ സ്വഹാബാക്കൾ മക്കയിലേക്ക് വരാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീനയിൽ തന്നെ താമസിച്ചത്. 10 ലക്ഷം റക്അത്തിന്റെ പ്രതിഫലമുള്ള മക്കയല്ല, ഞങ്ങൾക്കിഷ്ടം 1000 റക്അത്തിന്റെ പ്രതിഫലമുള്ള മദീനയാണ്. കാരണം അവിടെയാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുമെന്നാണ്. അള്ളാഹു ഇഷ്ടപ്പെടും. ഉദാഹരണം, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ മക്കളെയാണ്. ആ മക്കളെ ഇഷ്ടപ്പെടുന്നവരോടൊക്കെ നമ്മൾക്ക് ഇഷ്ടം ഉണ്ടാവൂലേ? അല്ലേ? ഇവിടെ ഇല്ലേ? നിങ്ങൾക്ക് പോകാനൊക്കെ തിരക്കായി. എത്ര പെട്ടെന്ന് എത്രയായി? ഏകദേശം 9:45. ചൂടുണ്ടോ? ഇല്ലല്ല, ഫാനെല്ലാം തിരിയുന്നില്ലേ? നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം മക്കളെയാണ്. അപ്പം ആ മക്കളെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾക്ക് ഇഷ്ടമുണ്ടാകും. അങ്ങനെ ചില കല്യാണം കഴിഞ്ഞ ഭാര്യമാരെ, കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ വശീകരിക്കുന്നുണ്ട് എന്നൊരു ചർച്ച കേൾക്കാറുണ്ട്. ഉദാഹരണം, ഈ ചില ആളുകളുണ്ടാവൂലേ, മതിൽ ചാടാനും അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാനും താല്പര്യമുള്ള ആളുകൾ, ഈ സ്ത്രീകളുമായി, കല്യാണം കഴിഞ്ഞവരുമായി പ്രണയത്തിലേർപ്പെടുന്നവർ. അത് പറയുമ്പോൾ ഒരു വിഷയം കൂടി ഞാൻ ഉണർത്താൻ. ഞാൻ തിരൂരിലൂടെ പലപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ്. വാല കഴിഞ്ഞ് പോകുമ്പോൾ അപ്പോൾ ചില ട്രാൻസ്ജെൻഡേഴ്സിന് രാത്രി എനിക്ക് കാണാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ രാത്രിയായാൽ നല്ല മേക്കപ്പ് ചെയ്ത് നല്ല സുന്ദരി കുട്ടികളായി നല്ല സാരിയൊക്കെ ധരിച്ച് രാത്രി ഇങ്ങനെ
തിരൂരിൻ്റെ ടൗണുകളിൽ അങ്ങും ഇങ്ങുമായി നടക്കുന്ന കുറച്ചു സ്ത്രീകളെ നമ്മൾക്ക് കാണാറുണ്ട്. അപ്പം ഞാനൊരു ദിവസം എൻ്റെ കൂടെ നമ്മുടെ സുഹൃത്തുണ്ട് ഷംസു എന്ന് പറഞ്ഞ്, ഇവനെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരെ കണ്ടപ്പോൾ ഒന്ന് നിർത്തി. എനിക്ക് പേടിയാണ്, അവരെ കാണാൻ തന്നെ പേടിയാണ്. വണ്ടി നിർത്തിയപ്പോൾ അവരിങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു വണ്ടി വേഗം ഒന്ന് വിട്ടാണ്. വണ്ടി ഏതായാലും വേഗം വിട്ടു. അപ്പം ഇങ്ങനെ നമ്മുടെ നാടുകളിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. അത് ചില ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. കാസർഗോഡുണ്ട്, നിങ്ങളുടെ നാട്ടിൽ മാത്രമൊന്നുമല്ല, കാസർഗോഡ് ജില്ലയിലും രാത്രി 12 മണിക്കൊക്കെ ഇതുപോലെ മേക്കപ്പും ചെയ്ത് വരുന്ന നിശാസുന്ദരികളെ കാണാറുണ്ട്. അത്തരം ആളുകളെ കൊണ്ടുപോകുന്നവരുണ്ട്. കാറ് കൊണ്ടുവന്ന് കാറിലൂടെ കയറ്റി ലൈംഗിക താല്പര്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്നവരുണ്ട്. എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണിത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ എങ്ങനെയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കാരുണ്യം ചെയ്യുന്നത്? ഇതിനു വേണ്ടി സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി പുരുഷന്റെ ഏത് താല്പര്യങ്ങളും ചെയ്തു കൊടുക്കാൻ മടിക്കാതെ മേക്കപ്പ് ചെയ്ത് റോഡിലേക്ക് ഇറങ്ങുന്ന നിശാസുന്ദരികൾ, ആ നിശാസുന്ദരികളെ തേടി വരുന്ന നമ്മുടെ ചെറുപ്പക്കാർ, കല്യാണം കഴിഞ്ഞവരുണ്ട്, കഴിയാത്തവരുണ്ട്. പടച്ച റബ്ബിനെ പേടിച്ചോളൂ. വ്യഭിചാരം എന്നുള്ളത് അപകടമാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെ വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട വിഷയമല്ല ഈ വ്യഭിചാരം എന്നുള്ളത്. വ്യഭിചരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ശക്തമായ പരീക്ഷണങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നൽകുമെന്നാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. യാ മഅശറൻ നാസ്, ഓ ജനങ്ങളെ, ഇത്തഖുസ്സിന, വ്യഭിചാരത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താ വ്യഭിചാരം? രണ്ടുപേർ ശാരീരികമായി ആ ബന്ധത്തിലേർപ്പെടുന്നത് മാത്രമാണോ വ്യഭിചാരം? അല്ല. പെണ്ണുങ്ങളുമായുള്ള ചാറ്റിങ്ങുകൾ വ്യഭിചാരമാണ്, സംസാരം വ്യഭിചാരമാണ്, ശരീരത്തിന്റെ ഏത് സുഖങ്ങൾ എടുക്കലും വ്യഭിചാരമാണ്. പെണ്ണുങ്ങൾ തന്നെ വേണമെന്നില്ല. നിശാസുന്ദരികൾ എന്ന് പറഞ്ഞില്ല, അത് പെണ്ണുങ്ങളാവാം, ആരും ആവാം. അതുകൊണ്ട് വ്യഭിചാരമെന്നുള്ള അപകടത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലാതെ സൂക്ഷിക്കണം ആ വിഷയം. ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടിയാണ് പലരും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. പക്ഷെ ഒരു തവണ ഏർപ്പെട്ടാൽ പിന്നെ അതിൻ്റെ അഡിക്റ്റായവർ മാറുന്നുണ്ട്, അത് മനസ്സിലാക്കണം. ആദ്യം ഒരു പക്ഷേ ഒരു ടേസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാവാം ആദ്യം ഇവരെ സമീപിക്കുന്നത്. പിന്നെ ഇത് ഹലാലായ രീതിയിൽ, ഹലാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിയമവിധേയമായതുപോലെ, ആരും കണ്ടാൽ പ്രശ്നമാക്കൂല, ഒളിച്ചോടിയ അല്ലെങ്കിൽ മതിൽ ചാടിയ അടിയൊക്കെ വാങ്ങിക്കേണ്ടി വരൂലേ, അതങ്ങനെ ഒരു പ്രശ്നവും ഇതിലില്ല. ഇത് മഹർ കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കല്ലേ, അതുകൊണ്ട് ഇത് ഹലാലാണെന്ന് തെറ്റിദ്ധരിച്ചു പോയവരുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. പൈസ കൊടുത്തിട്ട് വ്യഭിചരിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല, ഞങ്ങൾ മഹർ കൊടുത്തിട്ടല്ലേ വ്യഭിചരിക്കുന്നതെന്ന് പറയുന്ന അറബികളുണ്ട്. മലയാളികളുണ്ടോന്ന് അറിയില്ല, അറബികൾ അങ്ങനെ പറയാം, ഞങ്ങൾ മഹർ കൊടുക്കുന്നുണ്ടല്ലോ എന്നാ പറയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ചെറുപ്പക്കാരോട് പറയട്ടെ, ഇത്തരം നിശാസുന്ദരികളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, വ്യഭിചാരത്തിന് വല്ലാത്ത ശിക്ഷയാണ് അള്ളാഹു നൽകാൻ പോകുന്നത്. 3 അള്ളാഹു ദുനിയാവിൽ തന്നെ നൽകുമെന്നാണ്, 3 അള്ളാഹു നാളെ ആഖിറത്തിലേക്ക് മാറ്റിവെക്കുമെന്നാണ്. എന്തൊക്കെയാണ് ആ ദുനിയാവിൽ അള്ളാഹു നൽകുന്ന 3 എന്താണ്? ഫയദ്ഹബുൽ ബഹാ, മുഖത്തിന്റെ വെളിച്ചം അള്ളാഹു എടുത്തുകളയും. ആ വ്യഭിചാരികളുടെ മുഖത്ത് വെളിച്ചമുണ്ടാവൂല. അവരുടെ മുഖം കാണുമ്പോൾ തന്നെ ഒരു തെറ്റുകാരെ പോലെ തോന്നിപ്പിക്കും ജനങ്ങൾക്ക്. വ്യഭിചാരികളുടെ മുഖം തെറ്റുകാരെ പോലെ തോന്നിപ്പിക്കും. മുഖത്തിനൊരു വെളിച്ചമോ പ്രസന്നതയോ മുഖത്ത് കാണാൻ കഴിയില്ല. ഒരു കരുവാളിച്ചതുപോലെ, വെളുത്തവരാണെങ്കിലും കരുവാളിച്ച ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും അവരുടെ മുഖമുണ്ടാവുക. യദ്ഹബുൽ ബഹാ, മുഖത്തിന്റെ ഭംഗിയും വെളിച്ചവും അള്ളാഹു കൊണ്ടുപോകും. രണ്ടാമത്തേത് വയൂരിസുൽ ഫഖറ, അവർക്ക് അള്ളാഹു ദാരിദ്ര്യം നൽകുമെന്നാണ്. എത്ര വലിയ കോടീശ്വരന്മാരായാലും വ്യഭിചാരത്തിന്റെ പിന്നാലെ പോയാൽ അവരുടെ സമ്പാദ്യം തകർന്ന് തരിപ്പണമാകുന്നത് ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കോടീശ്വരന്മാരായി പൈസ കുറെ ഉണ്ടാകുമ്പോഴാണ് പിന്നെ കുറെ പെണ്ണൊക്കെ വേണമെന്നുള്ള ചിന്ത ഉണ്ടാവുക. പിന്നെ ആ എത്ര പൈസ കൊടുത്താലും പെണ്ണ് കിട്ടുമല്ലോ.
പിന്നെ അതിൻ്റെ അഡിക്റ്റ് ആകും. അതിൻ്റെ അഡിക്റ്റ് ആയാൽ പട്ടിണി പാവായി മാറും. നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെയല്ലേ? നിശാസുന്ദരികളുമായി കറങ്ങി നടന്ന് വലിയൊരു കോടീശ്വരൻ 4000 കോടി ബാധ്യതയുമായി ഇന്ത്യ വിട്ട് ലണ്ടനിൽ താമസിക്കുന്നില്ലേ? അല്ലേ? അല്ലേ? സ്ത്രീകളുടെ കൂടെ ആ ഫോട്ടോ ഉണ്ടാവുക. ചെറിയ ചെറിയ വയസ്സാണ് ആൾ, എന്നാലും ഒരുപാട് സുന്ദരികളുടെ കൂടെ നടക്കുന്ന വലിയൊരു മുതലാളി. അപ്പൊ ഏത് മുതലാളിയുടെ പതനത്തിന്റെ പിന്നിലും ഒരുപക്ഷെ ഈ വ്യഭിചാരം എന്ന കാരണം ഉണ്ടാവും. പക്ഷേ തകർന്ന എല്ലാ മുതലാളിമാരും അങ്ങനെ തെറ്റിദ്ധരിക്കും വേണ്ട. മുതലാളിമാർ ഇത്തരം വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ സമ്പാദ്യം തകരുമെന്നാണ്, അവരുടെ ബിസിനസ് തകരുമെന്നാണ്, അവർ ദാരിദ്ര്യത്തിൽ ഏർപ്പെടും, ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി വീഴുമെന്നാണ്. അതേപോലെ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾ ഒരുപക്ഷെ അവർക്ക് എത്ര സാലറി ഉണ്ടെങ്കിലും വ്യഭിചാരം എന്നൊരു സ്വഭാവം അവർക്കുണ്ടെങ്കിൽ അവരുടെ സമ്പത്ത് കൊണ്ട് അവർക്കൊരു ഉപകാരമില്ലാതെ എപ്പോഴും കടവും ബാധ്യതയും പ്രയാസവുമായി മുന്നേറേണ്ടി വരും. അവർക്ക് അല്ലാഹു ബറക്കത്ത് നൽകൂല, അവർക്ക് അല്ലാഹു ദാരിദ്ര്യം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയൻഖുസുൽ ഉംറ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഹബീബിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹു ആയുസ് ചുരുക്കുമെന്നാണ്. വ്യഭിചാരത്തിന്റെ അഡിക്റ്റായ ആളുകൾ വളരെ പെട്ടെന്ന് മരിച്ചു പോകുമെന്നാണ്. ഒരുപക്ഷെ എയ്ഡ്സ് പോലെയുള്ള അസുഖം വരും, എയ്ഡ്സ് വരും. അതൊക്കെ അള്ളാഹു ദുനിയാവിൽ നൽകുന്ന ശിക്ഷയാണ്. എയ്ഡ്സ് ഒക്കെ ഇനി എയ്ഡ്സ് മാത്രമല്ല, മറ്റുള്ള പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ ആഖിറത്തിലേക്ക് അള്ളാഹു എടുത്തു വെക്കുന്ന ശിക്ഷ എന്താണ്? ആഖിറത്തിലേക്ക് അല്ലാഹു എടുത്തു വെക്കുന്ന ശിക്ഷ എന്താണ്? ഫസഖത്തുല്ലാഹി സുബ്ഹാനഹു വ തആല. നാളെ മഹ്ശറ ലോകത്തെത്തിയാൽ അല്ലാഹുവിന്റെ കോപമാണ് അവരോട്. അല്ലാഹു അവരോട് ദേഷ്യപ്പെട്ടിരിക്കും, കോപിച്ചിരിക്കും. പിന്നെയോ വസൂഉൽ ഹിസാബ്, വിചാരണ വളരെ കടുപ്പമുള്ളതാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിചാരണ വളരെ കടുപ്പമുള്ളതാകും. ലാ തസൂലു ഖദമ ഇബ്നു ആദം, ആദം സന്തതികളുടെ കാൽപാദങ്ങൾ അനക്കാൻ പറ്റൂല എന്നല്ലയോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? ചോദ്യങ്ങൾ ഒരുപാടുണ്ടാകും. ആ മഹ്ശറ ലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. വിയർപ്പ് തുള്ളികൾ കുടിച്ച് ചെരുപ്പില്ലാതെ ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് മഹ്ശറ ലോകത്ത് വിയർത്തു കുളിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വഅദാബുന്നാർ, നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയാണ് വ്യഭിചാരികളായ ആളുകൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത്. വല്ലാത്ത ശിക്ഷയാണ് അല്ലാഹു നൽകാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്തരം ആളുകളോട് പറയുകയാണ്, ഒരുപക്ഷെ ശാരീരിക താൽക്കാലിക സുഖത്തിന് വേണ്ടി ഇനി നിശാസുന്ദരികളായാലും കാമുകന്മാർ തമ്മിലുള്ള അവിഹിത ബന്ധമായാലും, സ്കൂളിന്റെ പേരിലായാലും ശരി, ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലായാലും ശരി, ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള സ്റ്റാഫിന്റെ പേരിലായാലും ശരി, ശരീരം തൊട്ടുകൊണ്ടുള്ള കളികള്, സംസാരങ്ങള്, വാട്സപ്പിലൂടെയുള്ള സംസാരങ്ങള്, മൊബൈൽ ഫോണിലൂടെയുള്ള സംസാരങ്ങള്, കൂടെയുള്ള കറങ്ങലുകള് എല്ലാം വ്യഭിചാരമാണ്. ഇതെല്ലാം അല്ലാഹു തആല വലിയ ഒരു ശിക്ഷയായി, പരീക്ഷണമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലാഹു തിരിച്ചു തരും. ആ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ തളർന്നിരിക്കും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിനെ ഓർത്ത് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും പറയാണ്, നമ്മുടെ മക്കൾ രാത്രിയായാൽ വീട്ടിലുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ അന്വേഷിക്കണം. മക്കൾ വീട്ടിൽ വന്നില്ലെങ്കിലും പ്രശ്നമില്ല, വന്നാലും പ്രശ്നമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മക്കൾ രാത്രി കാണുന്നില്ല, 10 മണിയായി, ഇവരിറങ്ങുക 10-11 മണിയാകുമ്പോൾ ഇവരിറങ്ങുക, എല്ലാവരും ഒന്ന് വീട്ടിൽ കയറുമ്പോൾ ഇവരിറങ്ങുക. എന്നിട്ടോ നമ്മുടെ മക്കൾ വീട്ടിലില്ല. അപ്പം നമ്മൾ മക്കളെ വിളിക്കണം. എവിടെ? മക്കൾക്ക് കർശനമായ നിർദ്ദേശം നൽകണം. 10 മണിക്ക് ശേഷം ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്. എന്നിട്ട് പറഞ്ഞത് കേൾക്കുന്നില്ലേ? പോയിക്കോ, എൻ്റെ വീട്ടിലേക്ക് വരരുത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. മക്കൾ പറഞ്ഞു കേൾക്കുന്നില്ലേ? കേൾക്കും. ചെറുപ്പത്തിലേ നമ്മൾ വളർത്തിയാൽ, ചെറുപ്പത്തിലെ അച്ചടക്കത്തോടെ വളർത്തിയാൽ ഈ മക്കൾ കേൾക്കും. ഒരു 20 വയസ്സ് 21 വയസ്സൊക്കെ ആയതിനു ശേഷം മക്കളെ ഞെട്ടിക്കാൻ നിന്ന മക്കൾ തിരിച്ച് നമ്മെ ഞെട്ടിക്കാൻ തുടങ്ങും, തിരിച്ച് നമ്മെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ ചിട്ടയോടെ അച്ചടക്കത്തോടെ വളർത്താൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ രാത്രിയായാൽ ഈ ഇറങ്ങി വരുന്ന നിശാസുന്ദരികളെ തേടി നമ്മുടെ നാട്ടിൽ നിന്നോ എവിടെ നിന്നായാലും ഇങ്ങനെയുള്ള ചെറുപ്പക്കാര് ലൈംഗികമായ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ
അത് നമ്മൾ നിർത്തലാക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. ഈ നിശാസുന്ദരികളെ തടയാനുള്ളൊരു വഴിയും നമ്മൾ ആലോചിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇപ്പം എങ്ങനെ ഇപ്പം അവിടെ എത്തിയത് പഠിച്ചോനെ? എന്താ നമ്മൾ പറഞ്ഞത്? എവിടുന്നോ അങ്ങോട്ട് പോയതാണ്. എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? എന്താണ്? തിരൂരത് ഇങ്ങനെ ഈ വിഷയത്തിൽ നിന്ന് വന്നാണ്. ഓർമ്മയില്ല? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്നുമില്ലല്ലോ, എന്തോട്ടെ, ഇപ്പോൾ ഓർമ്മയില്ല. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ട്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അപ്പോൾ ഈ സ്നേഹം, അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കി മുന്നോട്ട് പോവുക. നബി തങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുക. അള്ളാഹുവിൻ്റെ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. മഹാന്മാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. അമലുകൾ നമ്മുടെ ഭാഗത്തില്ലെങ്കിലും ആ സ്നേഹം കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഇനി നമ്മൾ കേൾക്കണം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മഹ്ശറാ ലോകത്ത് എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു 3 ദുആകൾ നൽകിയിട്ടുണ്ട്, 3 പ്രാർത്ഥനകൾ നൽകിയിട്ടുണ്ട്. 1,24,000 പ്രവാചകന്മാർ ഇന്ന് ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. 1,20,000 ചില്ലാനം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ഒരു ദുആ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ ദുആ ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകുമെന്നുറപ്പാണ്. ഒരു ദുആ ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകും. എന്ത് ചോദിക്കുക, ആ ദുആയിൽ എന്തും ചോദിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തരാണ്, നിങ്ങൾ എന്ത് ചോദിക്കും? നിങ്ങൾക്ക് തരാൻ, നിങ്ങൾ ഈ സമയത്ത് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തന്നാൽ നിങ്ങൾ എന്താ ചോദിക്കുക? നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയ, അല്ലെങ്കിൽ എന്നോട് പറയണ്ട, നിങ്ങൾ ആലോചിച്ച് നോക്കിയ, എന്താ നിങ്ങൾ ചോദിക്കുക? വലിയൊരു കോടീശ്വരനാണെന്ന് ചോദിക്കുമല്ലേ, അല്ലേ? വലിയൊരു കോടീശ്വരൻ, വലിയ വീട് വേണം, വണ്ടി വേണം, അടിച്ചു പൊളിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുക. നേരെ മറിച്ച് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. ഞാൻ ചോദിച്ചെങ്കിൽ മറുപടി പറയോ? നിങ്ങളെ മനസ്സിൽ എന്താ വന്നത്? എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നൊരു ചാൻസ് വരും. നിങ്ങളുടെ മനസ്സിൽ ഒന്നും വന്നോ? എന്തോ കരുതിയോ? നിങ്ങളെന്താ കരുതിയേ? ആഖിബത്തുന്നതായി മരിക്കുക. മാഷാ അല്ലാഹ്. അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ കരുതും. ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു iPhone X കിട്ടിയാൽ മതി അതിനു എന്നൊക്കെ വിചാരിക്കുന്നതാണ് ചെറുപ്പക്കാർ. പിന്നെ കുറച്ചും കൂടി ഇതായാൽ പിന്നെ ഒരു ബുള്ളറ്റൊക്കെ ആയിരിക്കും ആഗ്രഹം ഉണ്ടാവും, അല്ലേ? മനസ്സിൽ വേറെ എന്തൊക്കെ കൊതിച്ചു? നല്ലൊരു കോടീശ്വരനാകണമെന്ന് മനസ്സിൽ കൊതിച്ചിറങ്ങി പോക്കെ ആരും ആഗ്രഹിച്ചില്ല. പക്ഷേ എനിക്കൊന്നും പൈസനോട് തീരെ താല്പര്യമില്ലെന്നുണ്ടല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ ചിന്തിക്കുക ദുന്യവിയായ വിഷയങ്ങളാണ്. നമ്മുടെ മനസ്സിലേക്ക് ഓടി വരെ ദുന്യവിയായ വിഷയങ്ങൾ. എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ദുന്യവിയായ വിഷയങ്ങളാണ് കടന്നു വരിക. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹ. എല്ലാ പ്രവാചകന്മാരും അവരവരുടെ പ്രാർത്ഥനകളെ ദുനിയാവിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഞാനോ എന്റെ ദുആ ഞാൻ ദുനിയാവിൽ വെച്ച് ദുആ ചെയ്തില്ല. എന്റെ പ്രാർത്ഥനയെ ഞാൻ ദുനിയാവിൽ വെച്ച് ഉപയോഗിച്ചില്ല. ശഫാഅത്തൻ ലി ഉമ്മതി യൗമൽ ഖിയാമ. നാളെ മഹ്ശറാ ലോകത്തൊരു കാര്യം വരാനുണ്ട്, ഒരു അവസരം വരാനുണ്ട്. വളരെ ഗൗരവമേറിയ ഒരു സമയം വരാനുണ്ട് മഹ്ശറാ ലോകത്തെ. ആ ലോകത്തേക്ക് വേണ്ടി എന്റെ പ്രാർത്ഥനയെ ഞാൻ മാറ്റിവെച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഫഹിയ നാഇലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികു ബില്ലാഹി ശൈആ. എന്റെ സമുദായത്തിൽ നിന്ന് അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യാതെ, അല്ലാഹുവിനോട് പങ്കുവെക്കാതെ, അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് മരിച്ചുപോയ എന്റെ എല്ലാ സമുദായത്തിനും ഈ ദുആ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്കൊക്കെ രക്ഷപ്പെടാം, അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. പക്ഷെ ആര് കാരണത്താലാണ് രക്ഷപ്പെടുന്നത്? ആര് കാരണത്താലാണ്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിയോ? ഉപ്പയ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിയോ? ഇല്ല. അതുകൊണ്ട്
ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നമ്മൾ സ്നേഹിക്കുന്നത് ആരെയാണ്? നമ്മൾക്ക് സഹായം വേണ്ടത് ദുനിയാവിലല്ല. ദുനിയാവ് ഇങ്ങനെ തട്ടിമുട്ടി പോവും. ദുനിയാവിലല്ല, ഇത് ക്ഷണികമാണ്. ഒരു 60 വർഷത്തെ പ്രായമാണ് ദുനിയാവെന്ന് പറയുന്നത്. നേരെ മറിച്ച് മഹ്ശറ അത് അനശ്വരമാണ്. അവിടെ മരണമില്ല, അനന്തമായി നീണ്ടുകിടക്കുന്ന ലോകം. അവിടെ രക്ഷപ്പെടുത്താനുള്ളവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്, അങ്ങനല്ലേ പറയാ? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. നമ്മൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. അപ്പൊ അത്യാവശ്യ ഘട്ടത്തിൽ നമ്മുടെ കൂടെ ആരാ നിൽക്കുക? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണ്ടേ? സ്നേഹം ഇങ്ങോട്ട് സ്നേഹിച്ച് തിരിച്ചു കൊടുക്കണ്ടേ? അതെങ്കിലും കൊടുത്തൂടെ? ഇത് 1 വേ ആക്കണോ? ഇതൊരു 1 വേ ആക്കണ്ടേ? 2 വേ ആയിക്കോട്ടെ. നബി തങ്ങൾ ഇങ്ങോട്ട് സ്നേഹിച്ചു, അങ്ങോട്ട് തിരിച്ചു നമ്മൾ കൊടുക്കുന്നില്ല. എന്തൊരു നിരാശയായിരിക്കും അത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രാർത്ഥനയെ ഉപയോഗിച്ചില്ല. തന്നെ ആക്രമിക്കാൻ വേണ്ടി ഉഹുദിന്റെ രണാങ്കണത്തിൽ മക്കക്കാരായ മുശ്രികീങ്ങൾ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചുണ്ട് പൊട്ടിയപ്പോ, നബി തങ്ങളുടെ മുൻപല്ലുകൾ പൊട്ടിയപ്പോൾ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ പറിച്ചെടുത്ത് ചവച്ചു തുപ്പിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഈ ദുആ ഉപയോഗിച്ചിട്ടില്ല. സഹാബാക്കൾക്ക് വേണ്ടി ഉപയോഗിച്ചില്ല. 3 മാസക്കാലം പട്ടിണി കിടന്നിട്ട് വെള്ളവും ഈത്തപ്പഴവുമല്ലാതെ ആ ഭാര്യക്കോ മക്കൾക്കോ ഒന്നുമില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് പോലും അല്ലാഹുവിന്റെ ഹബീബ് ദുആ ഉപയോഗിച്ചില്ല. ഭാര്യയ്ക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ സഹാബകൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ ഒരാൾക്ക് വേണ്ടിയും ഉപയോഗിക്കാതെ എൻ്റെ ഉമ്മത്തിന്, എൻ്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾക്ക് വേണ്ടി ദുആ മാറ്റിവെച്ച ഹബീബിനെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണ്ടയോ? അവർക്ക് വേണ്ടി വല്ലതും നമ്മൾ ചെയ്യേണ്ടയോ? മുഅ്മിനീങ്ങളെ, ആ ചെയ്യലാണ് വളരെ മുഅ്മിനീങ്ങളായി ചിട്ടയോടെ വളരുക എന്നുള്ളത്. എന്നെ കാണുമ്പോൾ എൻ്റെ ഹബീബിന് സന്തോഷം തോന്നുമോ എന്ന് നമ്മൾ ആലോചിക്കണം. രാത്രിയായാൽ ഇറങ്ങിച്ചെന്ന് ഇതുപോലെയുള്ള വ്യഭിചാരങ്ങളിലും അവിഹിത ബന്ധങ്ങളിലും ഏർപ്പെടുന്നത് എൻ്റെ ഹബീബ് കണ്ടാൽ, എൻ്റെ റസൂല് കണ്ടാൽ എൻ്റെ റസൂലിന് വേദനിക്കൂലേ എന്നൊരു ചിന്ത നമ്മൾക്കുണ്ടാവണം. ഞാൻ കളവ് പറയുന്നത്, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്നത്, ഞാൻ വ്യഭിചരിക്കുന്നത്, ഞാൻ ഹറാം ചെയ്യുന്നത്, ഞാൻ കള്ള് കുടിക്കുന്നത് എൻ്റെ ഹബീബ് കണ്ടാൽ, സുബഹി നിസ്കരിക്കാതെ ഞാൻ കിടന്നുറങ്ങുന്നത് എൻ്റെ ഹബീബ് കണ്ടാൽ എൻ്റെ ഹബീബിന് വേദനിക്കൂലേ എന്നൊരു വിഷമം നമ്മൾക്കുണ്ടാവണം. കാമുകി കാണുമ്പോൾ നമ്മൾ നന്നാവുന്നില്ലേ? ഇല്ലേ? കാമുകി കാണുമ്പോൾ നമ്മൾ നന്നാവുന്നില്ലേ? കാമുകി കാണുമെന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ടല്ലേ നമ്മൾ പോവുക? കുളിച്ചിട്ടല്ലേ നമ്മൾ പോവുക? വളരെ സുന്ദരനായിട്ടല്ലയോ നമ്മൾ പോവുക? അവളുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ സ്വഭാവത്തിൽ ഒരു കുറവ് പോലും വരരുത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? സ്വഭാവത്തിൽ ഒരു കുറവ് പോലും വരരുത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? കാമുകി വേണ്ട, ഒരു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കൊന്നും പ്രണയിച്ചിട്ട് പരിചയം ഉണ്ടാവില്ല. എന്നാൽ കല്യാണം കഴിക്കാൻ വേണ്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 2-3 മാസം, പിന്നുള്ള കഥ ഞാൻ പറയുന്നില്ല അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ 2-3 മാസം പെണ്ണുങ്ങളൊക്കെ എന്ത് നല്ല സ്വഭാവക്കാരാണ്. ഒരു ചൂരിദാർ വാങ്ങിച്ചിട്ടേ എനിക്ക് വേണ്ട, എനിക്കിതൊക്കെ മതിയായി എന്നെല്ലാം പറയും. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കി, നിങ്ങൾ ചൂരിദാർ വേണോ? ചൂരിദാറല്ല, ഷോപ്പ് തന്നെ വേണമെന്നാ പറയാ. നിങ്ങളോടൊരു പരാതി പറയില്ല. ആദ്യത്തെ 3 മാസം എന്തൊരു സ്നേഹമാണ്, ഒരു പരാതി പറയില്ല. എന്നാൽ പിന്നെ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞാൽ തുടങ്ങും, എനിക്കിവിടെ ശരിയാവൂലേ, എനിക്ക് നിങ്ങളുടെ ഉമ്മയായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ലേ, നിങ്ങളുടെ ഭർത്താവിൻ്റെ, നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല, നിങ്ങളുടെ പെങ്ങന്മാരിങ്ങനെയൊക്കെ പറയുന്നിട്ട് തുടങ്ങും. അപ്പോൾ ആദ്യത്തെ 6 മാസം ഇതൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടായി. പക്ഷെ ആദ്യം കാണുമ്പോഴുള്ള ആ ഒരു സ്നേഹം കൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ മറച്ചു വെച്ച് ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറി. പിന്നെ അത് സ്നേഹം കുറയുമ്പോൾ പിന്നെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നത്, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടാൽ നബി തങ്ങൾക്ക് വേദനിക്കൂലേ എന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. എന്നിട്ട് നബി തങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്മാനം എന്താണ്? നമ്മെ സ്നേഹിച്ചതിന്റെ പേരിൽ അല്ലാഹുവിൻ്റെ ഹബീബിനെ തിരിച്ച് നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന സമ്മാനമാണ് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത്.
തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത്, അതാണ് തിരിച്ച് അല്ലാഹുവിന്റെ ഹബീബിന് നമ്മൾക്ക് നൽകാനുള്ള സമ്മാനം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും നമ്മൾ ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി ജീവിച്ചാൽ. നിസ്കരിക്കലൊന്നല്ല വലിയ പ്രധാനം, സ്വഭാവം നന്നാക്കിയാൽ മതി. നിസ്കാരമൊക്കെ വേണം, സ്വഭാവം നന്നാക്കിയാൽ തന്നെ നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാകും. കാരണം ഇസ്ലാമിനെ വിലയിരുത്തുന്നത് നിസ്കാരത്തിലല്ല, ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലാണ്. ഇസ്ലാമിനെ വിലയിരുത്തുന്നത് നിങ്ങൾ എത്രത്തോളം നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തഹജ്ജുദുണ്ടോ, നിസ്കാരത്തഴമ്പുണ്ടോ നോക്കിയിട്ടല്ല. നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ടാണ് ഇസ്ലാമിനെയും മുസ്ലിമിനെയും വിലയിരുത്തുന്നത്. നിങ്ങളുടെ സ്വഭാവം കാണുമ്പോഴാണ് മുഹമ്മദ് നബിയുടെ സ്വഭാവം ഓർമ്മ വരുന്നത്. നിങ്ങൾ മോശമാകുമ്പോൾ അവർ പറയും നിങ്ങളുടെ പ്രവാചകന് മോശമായിരിക്കുമെന്ന്. നിങ്ങൾ നന്നായാൽ അവർ പറയും നിങ്ങളുടെ പ്രവാചകനും നല്ലവരാണ് എന്ന്. അതുകൊണ്ട് പ്രവാചകനെ കുറിച്ച് നല്ലത് പറയിപ്പിക്കാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴി ഏറ്റവും നല്ല സ്വഭാവത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് പുണ്യ ഹബീബിന് തിരിച്ച് നമ്മൾക്ക് കൊടുക്കാനുള്ള സമ്മാനം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രതിജ്ഞയെടുക്കണം, എൻ്റെ നാവ് കൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരാളെയും വേദനിപ്പിക്കൂല എന്ന്. എൻ്റെ നാവ് കൊണ്ട് ജീവിതത്തിൽ ഒരാളെ ഞാൻ വേദനിപ്പിക്കൂല എന്ന്. എൻ്റെ സ്വഭാവം കൊണ്ട് ഞാൻ ഒരാളെ വേദനിപ്പിക്കൂല എന്ന്. മുസ്ലിമായാലും അമുസ്ലിമായാലും അവർക്കൊക്കെ ഞാൻ സ്നേഹം മാത്രമേ നൽകുമെന്നുള്ള പ്രതിജ്ഞ. അതാണ് ഈ റബീഇൽ നിങ്ങളോട് എനിക്ക് നൽകാനുള്ള സന്ദേശം. നമ്മൾക്ക് നബി തങ്ങൾക്ക് നൽകാനുള്ള സമ്മാനം ചിട്ടയോടെയുള്ള, അച്ചടക്കത്തോടെയുള്ള, സ്വൽസ്വഭാവത്തോടെയുള്ള ജീവിതമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തിന്റെ രംഗം പറയുന്നുണ്ട് മഹ്ശറ ലോകത്ത്. അല്ലാഹ് വളരെ നീണ്ട ഹദീസാണിത്. അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ കിടക്കുന്ന രംഗം നമ്മൾക്കറിയാം. ആ സമയത്താണ് അല്ലാഹു പറയുന്നത്, യാ മുഹമ്മദ് ഇർഫഅ റഅസക്, മുഹമ്മദേ തല ഉയർത്തൂ, ആവശ്യമുള്ളത് ചോദിക്കൂ. മഹ്ശറ ലോകത്ത് എല്ലാവരും ഇവിടെ ഇല്ലേ? ഒന്ന് എണീറ്റ് നിന്നിട്ട് ഇരിക്കണോ? വേണമെങ്കിൽ ഒന്ന് എണീറ്റ് നിന്നിട്ട് ഇരുന്നോളൂ, ഞാൻ നിർത്തും. കുറേ സമയമൊന്നുമില്ല, 10 മണിയായി, നിർത്താനായി. ഒന്ന് എണീറ്റ് നിന്നിട്ട് സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. എനിക്ക് ഒരു 10 ആകുമ്പോഴേക്കും നിർത്തി ദുആക്കെ ചെയ്ത് പിരിയാം ഇൻഷാ അല്ലാഹ്. ഇതെന്തായാലും അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. നബി തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഹദീസ്, ഒരു സദസ്സാണിത്. മഹ്ശറ ലോകത്ത് എല്ലാ പ്രവാചകന്മാർക്കും പ്രത്യേകമായ ഇരിപ്പിടമുണ്ട് എന്നാണ്, സിംഹാസനം. എല്ലാ പ്രവാചകന്മാർക്കും ഒരു സിംഹാസനമുണ്ട്. അതേപോലെ വളരെ മനോഹരമായൊരു സിംഹാസനം അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുമുണ്ട്. എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ. നമ്മളൊക്കെ ആദ്യം വന്നിട്ട് സീറ്റ് പിടിക്കൂലേ, അതേപോലെ പ്രവാചകന്മാർ അവരുടെ ഉല്ലേഖനം ചെയ്യപ്പെട്ട സിംഹാസനത്തിൽ കയറിയിരിക്കുകയാണ്. പക്ഷേ ഒരു ചെയർ മാത്രം, ഒരു സിംഹാസനം മാത്രം ഒഴിഞ്ഞു കിടക്കുന്നു. അതാരുടെ ചെയറാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ചെയർ അവിടെ ബാക്കിയാണ്, നബി തങ്ങളുടെ സിംഹാസനം അവിടെ ബാക്കിയാണ്. അപ്പോഴാണ് അല്ലാഹുവിൻ്റെ ഹബീബിനോട് അല്ലാഹു ചോദിക്കുന്നത്, യാ മുഹമ്മദു, മുഹമ്മദേ, മുഹമ്മദ് നബിയെ, നിങ്ങളെന്തേ നിങ്ങളുടെ സിംഹാസനത്തിൽ കയറിയിരിക്കാത്തത്? നിങ്ങളെന്തേ നിങ്ങളുടെ സിംഹാസനത്തിൽ കയറിയിരിക്കാത്തത്? അപ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അല്ലാഹുവേ, ഞാൻ എൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാതിരിക്കാനുള്ള കാരണം ഞാൻ പേടിച്ചു പോയതാണ് റബ്ബേ. എന്താ പേടിച്ചത്? ആ സിംഹാസനത്തിൽ കയറിയാൽ എന്നെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നാണ് എൻ്റെ പേടി. എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നാണ് എൻ്റെ പേടി. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ പേടിക്കാൻ എന്താണ്? സന്തോഷിക്കുകയല്ലേ വേണ്ടത്? സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പക്ഷെ നബിത്തങ്ങൾക്കതൊരു പേടിയായിരുന്നു എന്നാണ്, നബിത്തങ്ങൾക്കതൊരു വിഷമമായിരുന്നു എന്നാണ്. അല്ലാഹുവേ, എന്നെ നീ സിംഹാസനത്തിൽ കയറിയിരിക്കുമ്പോൾ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ ഇതാ നീണ്ടുകിടക്കുന്ന മഹ്ശറ ലോകത്തുള്ള എൻ്റെ ഉമ്മത്ത്, എൻ്റെ സമുദായം അനാഥരാകുമോ എന്ന് പേടി. അതാണ് പേടി. ഞാൻ സ്വർഗത്തിലേക്ക് പോയാൽ എൻ്റെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ ആരാണ് ചർച്ച ചെയ്യുക?
എന്റെ സമുദായം ഇവിടെ ഒരു ചാൻ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുമ്പോൾ അല്ലാഹുവേ, ഞാൻ സ്വർഗത്തിലേക്ക് പോയാൽ എന്റെ ഉമ്മത്തിന്റെ കാര്യം ശബ്ദിക്കാൻ ഇവിടെ ആരാണുണ്ടാവുക? അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം നീ കൊണ്ടുവരുന്നത് വരെ എന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് മുഅ്മിനീങ്ങളെ സ്നേഹം. ഇതാണ് മുഅ്മിനീങ്ങളെ സ്നേഹം. നമ്മൾക്ക് സഹായം ആവശ്യമുള്ള സമയത്ത് നമ്മുടെ കൂടെ നിൽക്കലാണ് സ്നേഹം എന്ന് പറയുന്നത്. ചില ആളുകൾ ഉണ്ടാകും, നമ്മൾക്ക് വലിയ പേരും പ്രശസ്തിയും പണവും സമ്പത്തൊക്കെ ഉണ്ടാകുമ്പോൾ കൂടെ ഉണ്ടാകും. ഒരു സുപ്രഭാതത്തിൽ എല്ലാം തകിടം മറിഞ്ഞാൽ ഒരു കുഞ്ഞുമോനെയും കൂടെ കാണാൻ കിട്ടൂല. അപ്പൊ അവർ പറയാൻ തുടങ്ങും, ഓൻ അങ്ങനെ തന്നെയാണ്, ഓനിക്കിത് അന്നേ വേണ്ടതാണ്, ഇന്നൊന്നല്ല, ഞാൻ പണ്ടേ വിചാരിച്ചതാണ് ഓൻ വീഴുമെന്ന്. അല്ലേ? കൂടെ നിന്നവർ കാലുവാരുകയാണ് എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മൾക്കുണ്ടാകുമ്പോൾ. പേരും പ്രശസ്തിയും പണവും പ്രതാപവുമുള്ള സമയത്ത് മാഷാ അല്ലാഹ് എത്ര ആളുകൾ വണ്ടിയിൽ ആളുണ്ട്, കൂടെ യാത്ര ചെയ്യാൻ കൂടെ ആളുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്, നമ്മൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളുണ്ട്. പക്ഷേ നമ്മളൊന്ന് വീണാൽ താങ്ങി നിർത്താൻ പോലുമില്ലാതെ നമ്മൾ ഒന്ന് ഉഷാറാക്കി താഴ്ത്തിയിടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അവരല്ലല്ലോ യഥാർത്ഥ സുഹൃത്തുക്കൾ. നമ്മുടെ വീഴ്ചയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്. അവരെയാണ് നമ്മൾ യഥാർത്ഥ സുഹൃത്തുക്കളായി കാണേണ്ടത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഏറ്റവും പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് നബി തങ്ങളെ നമ്മൾ സ്നേഹിക്കണ്ടേ? മുഹമ്മദേ, തല ഉയർത്ത്. എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉമ്മത്തി യാ റബ്ബ്, ഉമ്മത്തി യാ റബ്ബ്, ഉമ്മത്തി യാ റബ്ബ്. അല്ലാഹുവേ, 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 എൻ്റെ സമുദായത്തിന്റെ കാര്യമോർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ കരയുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഉമ്മത്തിലെ നല്ലവരായ ആളുകളെ അല്ലാഹുവേ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം, ധിക്കാരികളെ നരകത്തിലേക്ക്. എൻ്റെ ഉമ്മത്തിൽ എന്നെ വഴിപ്പെട്ട് എന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് ജീവിച്ച നല്ലവരായ ആളുകൾ, അവരെ നീ ഇങ്ങനെ മശ്റയിലിട്ട് പൊരിക്കല്ല റബ്ബേ, അവരെ ഇങ്ങനെ വേദനിപ്പിക്കല്ല റബ്ബേ. അവർക്ക് ഈ മശ്റയിൽ നിന്ന് ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാതെ ഞാൻ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന പ്രശ്നമില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ആ നബിയെ നമ്മൾ സ്നേഹിക്കണ്ടേ? തിരിച്ച് സ്നേഹം കൊടുക്കണ്ടേ? തിരിച്ച് സമ്മാനം കൊടുക്കണ്ടേ? ഓരോ ബർത്ത്ഡേകൾ വരുമ്പോൾ ഭാര്യയ്ക്ക് മോതിരം വാങ്ങിച്ചു കൊടുക്കും, കൈ ചെയിൻ വാങ്ങിച്ചു കൊടുക്കും, കാൽ ചെയിൻ വാങ്ങിച്ചു കൊടുക്കും, നല്ല ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ വാങ്ങിച്ച് നമ്മളൊരു കത്തിയും കൊണ്ടുപോയി അത് കഷ്ണമാക്കി ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കും, ഫ്രണ്ട്സിൻ്റെ വായിൽ വെച്ച് കൊടുക്കും, മക്കളുടെ വായിൽ വെച്ച് കൊടുക്കും. അത് അവരുടെ സമ്മാനമാണ്. എന്നാൽ മുത്ത് ഹബീബിനുള്ള സമ്മാനം എന്ത്? നമ്മെ ഭാര്യയെക്കാളും ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മക്കളെക്കാളും സ്നേഹിച്ച ആ സ്നേഹഭാജനത്തിന് നമ്മൾ കൊടുക്കുന്ന സമ്മാനം എന്താണ്? ആ സമ്മാനമാണ് നമ്മുടെ ചിട്ടയോടെയുള്ള അച്ചടക്കത്തോടെയുള്ള ജീവിതം. അത് കണ്ടാൽ ഹബീബിൻ്റെ കണ്ണിന് കുളിർമ ലഭിക്കുമെന്നാണ്. നമ്മൾ കാണുമ്പോൾ ഹബീബിൻ്റെ കണ്ണിന് കുളിർമ ലഭിക്കണം. ഹബീബ് നമ്മെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് റൗദയിൽ കിടന്നിട്ട്. അള്ളാഹു നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മൾക്ക് തൗഫീക്ക് ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതുമ്പോൾ കരഞ്ഞ ഒരു സംഭവമാണ് ഇനി പറയാനുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതിയപ്പോൾ നബി തങ്ങൾ പൊട്ടി കരഞ്ഞു എന്നാണ്. അതും കരഞ്ഞത് ഉമ്മത്തിനെ ഓർത്തിട്ടാണ്, നമ്മൾ ഓർത്തിട്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തു ഇബ്രാഹീമിലെ 36-ാമത്തെ ആയത്ത്. റബ്ബി ഇന്നഹുന്ന അളലൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസ്വാനി ഫഇന്നക ഗഫൂറുർ റഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് പെരുമാറിയ രംഗമാണ് ഖുർആനിൽ പറയുന്നത്. നോക്കണം, നമ്മൾക്ക് ലഭിച്ച സൗഭാഗ്യമാണ് അള്ളാഹുവിന്റെ ഹബീബിനെ പ്രവാചകനായിട്ട് ലഭിച്ചു എന്നുള്ളത്. ഇബ്രാഹിം നബിയുടെ സമുദായത്തിന് ഇബ്രാഹിം നബിയെ കിട്ടിയത്, മൂസാ നബിയുടെ സമുദായത്തിന് മൂസാ നബിയെ കിട്ടിയത്, പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്കൃഷ്ടനായ ഒരാളെ കിട്ടിയെന്നുള്ളത് നമ്മുടെ ഭാഗ്യമല്ലേ? നമ്മൾ ഇബ്രാഹിം നബിയുടെ ഉമ്മത്തായി ജീവിച്ചിരുന്നെങ്കിൽ ഈ ഒരു ഭാഗ്യം കിട്ടുമോ? മറ്റുള്ള പ്രവാചകന്മാരെ നിസ്സാരമാക്കുകയല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹത്വം പറയുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തോട് പെരുമാറിയ രീതി,
ഒരുപാട് കാലം ദഅവത്ത് നടത്തിയിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ക്ഷീണിച്ചു പോയപ്പോ, സമുദായത്തിൽ നിന്ന് നിരാശനായപ്പോൾ അള്ളാഹുവിനോട് ഇബ്രാഹിം നബി ഒരു ദുആ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? റബ്ബി ഇന്നഹുന്ന അളലൽന കസീറൻ മിനന്നാസ്. അല്ലാഹുവേ എന്റെ സമുദായത്തിലെ ഒരുപാട് ആളുകൾ വഴി പിഴച്ചു പോയിട്ടുണ്ട് റബ്ബേ. എന്റെ സമുദായത്തിലെ കേൾക്കണേ സഹോദരന്മാരെ, കേൾക്കണേ. നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ചെവി നിങ്ങൾ ഇങ്ങോട്ട് തന്നെ തരിക. ഞാൻ നിർത്തും, വേഗം നിർത്തും. ഇപ്പോൾ ചില ആളുകൾക്ക് കൂടിപ്പോകുമ്പോൾ പിന്നെ കോൺസെൻട്രേഷൻ കിട്ടൂല. അതൊക്കെ ഉള്ളത് തന്നെയാണ്. 2 മണിക്കൂറൊന്നും പ്രസംഗിച്ചുകൂടാന്നുള്ളതാണ് സത്യത്തിൽ. നബി തങ്ങളുടെ പ്രസംഗമൊക്കെ വളരെ ചുരുങ്ങിയ പ്രസംഗങ്ങളായിരുന്നു. പക്ഷെ നമ്മൾക്കിപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി എത്ര മണിക്കുന്നല്ല, 11 മണിക്ക് തുടങ്ങിയ യാത്ര. ഇന്നലെ ഒരു ഡേറ്റ് കൊടുത്തിരുന്നത് ക്യാൻസൽ ആയതിൻ്റെ പേരിൽ യാത്ര കുറച്ച് ലോങ് ആയിപ്പോയി. 11 മണിയാകുമ്പോൾ എത്ര? 12, 1, 2, 3, 4, 5, 6, 7, 8 മണിക്കൂർ യാത്ര ചെയ്തിട്ട് അവിടെ എത്തി. റബ്ബി ഇന്നഹുന്ന അളലൽന കസീറൻ മിനന്നാസ്. അല്ലാഹുവേ, ജനങ്ങളിൽ ഒരുപാട് ആളുകൾ വഴി പിഴച്ചുപോയി റബ്ബേ, വഴി പിഴച്ചുപോയി ഒരുപാട് ആളുകൾ. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. അല്ലാഹുവേ, ആരാണ് എന്നെ കൊണ്ട് പിന്തുടരുന്നത്, ആരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, അവരുടെ കാര്യം മാത്രമേ എനിക്ക് ശ്രദ്ധിക്കാനുള്ളൂ. എൻ്റെ കൂടെ നിന്നവരെ ഞാൻ ഏറ്റെടുക്കും. എന്നാൽ വമൻ അസ്വാനി ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹുവേ, എന്നോടാരെങ്കിലും മോശമായി പെരുമാറിയാൽ, അല്ലാഹുവേ, എന്നോടാരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാത്ത ആളുകൾ, അവരുടെ കാര്യം ഞാൻ ഏറ്റെടുക്കുന്നില്ല. അവരെ വേണമെങ്കിൽ നിനക്ക് ശിക്ഷിക്കാം റബ്ബേ, വേണമെങ്കിൽ നിനക്ക് പുറത്തു കൊടുക്കാം റബ്ബേ. ഞാൻ ശ്രദ്ധിക്കുന്നത് എന്നെ ഫോളോ ചെയ്ത ആളുകളെ മാത്രമാണ് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന രംഗം പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് ഓതിയപ്പോൾ കരയാൻ തുടങ്ങി. അതേപോലെ സൂറത്തുൽ മാഇദയിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഓതുന്നൊരു രംഗമുണ്ട്. തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക. അല്ലാഹുവേ, തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടമാണ്, കാരണം അവർ നിന്റെ അടിമകളാണ്. എന്നെ പിന്തുടരാത്തവർ, എന്നെ ഫോളോ ചെയ്യാത്തവർ, എന്നെ പിൻപറ്റാത്തവർ, അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടമാണ് റബ്ബേ, കാരണം ഫഇന്നഹും മിൻ ഇബാദിക, ഫഇന്നഹും ഇബാദുക, അവർ നിന്റെ അടിമയാണ്. വയതഗ്ഫിർ ലഹു ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇനി നീ അവർക്ക് മാപ്പ് നൽകിയാൽ അത് നിന്റെ ഇഷ്ടമാണ്, നീ ഗഫൂറാണല്ലോ, നിന്റെ ഇഷ്ടമാണ്. ഇത് ആയത്ത് ഓതിയപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. ഫറഫഅ യദൈഹി, ഇരു കരങ്ങളും ഉയർന്നു. ഓതുന്നതിനിടയിൽ ഇരു കരങ്ങളും ഉയർന്നു. എന്നിട്ട് വഖാൽ, പറഞ്ഞു, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി. അല്ലാഹുവേ, എൻ്റെ സമുദായത്തിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയില്ല. എന്നെ പിൻപറ്റിയവരെ മാത്രം രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ പറയില്ല. അല്ലാഹുമ്മ ഉമ്മത്തി ഫബകാ റസൂലുള്ളാഹ്. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകി. അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എൻ്റെ സമുദായം, അല്ലാഹുവേ എൻ്റെ സമുദായം എന്നിങ്ങനെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹു തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുന്നത്. യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദ്. ജിബ്രീലേ, മുഹമ്മദിന്റെ അടുത്തൊന്ന് പോയി നോക്ക്. മുഹമ്മദ് വല്ലാത്ത കരച്ചിലാണ്, വല്ലാത്ത വിഷമത്തിലാണ്. എന്തിനാണ് കരയുന്നത് എന്നൊന്ന് ചോദിക്ക്. ഫസൽഹു മാ യുബ്കീക്. എന്തിനാണ് കരയുന്നത് എന്ന് മുഹമ്മദിനോടൊന്ന് ചോദിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എത്തി നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഈ 2 ആയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന് ഓതിക്കൊടുത്ത് കരയാൻ തുടങ്ങിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ എൻ്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ പറയാൻ ഞാൻ തയ്യാറല്ല. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ എൻ്റെ ഉമ്മത്തിനെ കൈയൊഴിയാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം വേണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സമീപത്തേക്ക് എത്തി തിരിച്ചു വരികയാണ്. എന്നാ ജിബ്രീലെ മുഹമ്മദിനോട് പറയ്, ഇന്നാ സനുർളീക ഫീ ഉമ്മതിക വലാ നസൂക്. മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പേര് കേൾക്കുമ്പോഴൊക്കെ എവിടെയായാലും സ്വലാത്ത് ചൊല്ലട്ടോ. വലിയ ഒരു പേര്, മൂപ്പരുടെ പേര് ഓർമ്മയില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖനായ ഒരാൾ, ഒരു ആലിം, വലിയൊരു പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ മരണശേഷം, അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷം അദ്ദേഹത്തെ സ്വപ്നം കാണുകയുണ്ടായി. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഖബറിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അപ്പൊ പറഞ്ഞ മറുപടി, ഞാൻ കിതാബ് എഴുതുന്ന സമയങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വരുമ്പോ നമ്മൾക്ക് എന്ത് ചെയ്യാം? സ്വാദിട്ടിട്ട് ബ്രാക്കറ്റ് ഇടും, അല്ലെ? കുറെ എഴുതുമ്പോ ഇടക്കിടക്ക് ഇപ്പൊ പ്രസംഗത്തിൽ തന്നെ എത്രയോ തവണ നബി തങ്ങളുടെ പേര് വരും. നബി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഓരോ തവണയും പറയണം. അങ്ങനെ ഞാൻ കിതാബ് എഴുതുമ്പോ മുഹമ്മദ് എന്ന പേര് വന്നാൽ ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എൻ്റെ കൈകൾ കൊണ്ടെഴുതും. ചില ആളുകൾ ബ്രാക്കറ്റിൽ സ്വാദിട്ട് വിടും, ഞാനാണെങ്കിലോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതും. അങ്ങനെ ഒരു കിതാബിൽ എത്ര തവണ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വന്നോ ആ തവണ മുഴുവനും എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ എഴുതി. നമ്മളൊക്കെ മലയാളത്തിൽ എഴുതുമ്പോൾ സാ എന്നിട്ടിട്ട് ബ്രാക്കറ്റിലിടും. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ PBUH, പീസ് ബി അപ്പോൺ ഹിം എന്നർത്ഥമുള്ള PBUH എന്നിട്ടിട്ട് ബ്രാക്കറ്റിലിടും. എന്നാൽ ആ മഹാനായ പണ്ഡിതൻ, അദ്ദേഹം ഒരു കിതാബ് മുഴുവനും സ്വന്തം കൈപ്പടയിൽ നബി തങ്ങളുടെ പേര് വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെഴുതി. അത് കാരണത്താൽ എനിക്ക് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന്. നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. നബി തങ്ങളുടെ എവിടെ പേര് കേൾക്കുമ്പോഴും, ഏത് സ്ഥലത്ത് പേര് കേട്ടപ്പോഴും ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. വഅല് പറയുമ്പോൾ ഞാൻ അടക്കം ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വിഷയമാണ്. എങ്കിൽ നമ്മൾക്കും നാളെ രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നുണ്ട്, ഇന്നാ സനുർളീക ഫീ ഉമ്മതിക വലാ നസൂക്. നബിയേ, നിങ്ങളുടെ ഉമ്മത്തിൽ, നിങ്ങളുടെ സമുദായത്തിന്റെ വിഷയത്തിൽ എന്തു ചെയ്താലാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ ഞാൻ നിങ്ങളോട് പെരുമാറാം, നിങ്ങളുടെ സമുദായത്തോട് പെരുമാറാം. അഥവാ അല്ലാഹു പറയാണ് നബി തങ്ങളോട്, നിങ്ങളുടെ സമുദായത്തിനെ ഞാൻ ഏത് രീതിയിൽ പെരുമാറുന്നതാണ് നിങ്ങൾക്കിഷ്ടം, നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യാം. നിങ്ങൾ പറഞ്ഞു ശിക്ഷിക്കണ്ട, ശിക്ഷിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന്. എന്നാൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടം അത് ഞാൻ ചെയ്യാം, അത് പറഞ്ഞോളൂ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദൻ ലാ അല്ലാഹ് വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. അല്ലാഹുവേ, എന്റെ സമുദായത്തിലെ ഒരാളും നരകത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല, ഒരാളും നരകത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇത് നമ്മുടെ ഉമ്മ പറഞ്ഞോ, ഉപ്പ പറഞ്ഞോ, കുടുംബം പറഞ്ഞോ, ചങ്ങാതിമാര് പറഞ്ഞോ, നമ്മെ കാണാത്ത നമ്മുടെ ഹബീബ് നമ്മൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തതല്ലയോ ഇത്? എന്റെ സമുദായത്തിലെ ഒരാളും നരകത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി എങ്ങാനും ആരെങ്കിലും ഒരാൾ നരകത്തിൽ കിടക്കുന്നത് എനിക്ക് കാണാനോ അറിയാനോ ഇടവന്നാൽ ഞാൻ നരകത്തിലേക്ക് പോയി ഉഖ്രിജുഹും മിനന്നാർ, എന്റെ കൈ പിടിച്ച് ഞാൻ നരകത്തിൽ നിന്ന് കോരിയെടുത്ത് വഉദ്ഖിലുഹുമുൽ ജന്ന, അവരെ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹിസാബില്ലാതെ അദാബില്ലാതെ കോടിക്കണക്കിന് ആളുകളെ നീ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ ഒരു സദസ്സ് കാരണം, ഹുബ്ബുർ റസൂൽ പ്രഭാഷണം കാരണം, അല്ലാഹുവേ, ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ദുനിയാവിന്റെ നേട്ടം ആഗ്രഹിച്ചിട്ടല്ല. അല്ലാഹുവേ, പാരത്രിക ലോകത്തെ വിജയം ആഗ്രഹിച്ചിട്ടാണ് ഇത് സംഘടിപ്പിച്ചത്. അല്ലാഹുവേ, നിന്റെ ഹബീബിനോടുള്ള സ്നേഹം കാരണമാണ് നമ്മുടെ സംഘാടകർ ഊണും ഉറക്കുമില്ലാതെ പ്രയാസപ്പെട്ടത്, വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്തത്. മാസങ്ങളായി ഇതിന്റെ പിന്നിലാണവർ. അല്ലാഹുവേ, അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും ഈ ഒരു മഹബ്ബത്തുർ റസൂൽ കാരണം നാളെ ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ, ശിക്ഷയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്.
അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ നിർത്താം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നമാ മസലി വ മസലുൻ നാസ്, എന്റെയും ജനങ്ങളുടെയും ഉദാഹരണം, നിങ്ങളുടെയും എന്റെയും ഉദാഹരണം, കമസലി റജുലിൻ ഇസ്തൗഖദ നാറൻ, ഒരു തീ കത്തിച്ച ഒരാളെ പോലെയാണ്. തീ കത്തിച്ച ഒരാളാണ് ഞാൻ. എന്റെയും നിങ്ങളുടെയും ഉദാഹരണം തീ കത്തിച്ച ഒരു സഹോദരനെ പോലെയാണ് ഞാൻ. ഫലമ്മാ അളാഅത് മാ ഹൗലഹു, തീ ഇങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ജഅലൽ ഫിറാഷ് വഹാദിഹി ദവാബുല്ലതി തഖഉ ഫിന്നാരി യഖഅന ഫീഹാ, നമ്മൾ നല്ലൊരു തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് പ്രാണികൾ വന്ന് വീഴും, അതിലേക്ക് പാറ്റകൾ വന്ന് വീഴും, അതിലേക്ക് പല ജന്തുക്കളും വന്ന് വീഴും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ? ഒരു തീ കത്തിച്ചിട്ട് അവിടെ ഞാൻ കാവൽ നിൽക്കാൻ. എന്തിന്? ഈ പ്രാണികളും പാറ്റകളും പാറ്റകളും ഇതിലേക്ക് വന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ അവയെ ഇങ്ങനെ ആട്ടുകയാണ്, തീയുടെ മുമ്പിൽ നിന്ന് ഞാൻ ആട്ടുകയാണ്. അതേപോലെയാണ് ഞാൻ നരകമെന്ന് പറയുന്ന ഭയാനകമായ ലോകത്തേക്ക് നാളെ വറക കൊള്ളിയായി എൻ്റെ അടിമകൾ, എൻ്റെ സമുദായം വീഴാതിരിക്കാൻ വേണ്ടി നരകത്തിന്റെ മുന്നിൽ നിന്നിട്ട് നരകത്തിലേക്ക് വീഴുന്നവരെ തടയുന്ന ആ തീ ജ്വാലകളിലേക്ക് വീഴുന്ന പാറ്റകളെ തടയുന്നത് പോലെ ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്ന് തടയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്, കള്ള് കുടിക്കരുത് എന്ന് പറയുന്നത്, കുടിച്ചാൽ നരകമാണ്. അതേപോലെ വ്യഭിചരിക്കരുതെന്ന് പറയുന്നത്, വ്യഭിചരിച്ചാൽ നരകമാണ്. സ്വഭാവം നന്നാക്കണമെന്ന് പറയുന്നത്, സ്വഭാവം മോശമായാൽ നരകമാണ്. അപ്പൊ ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എന്നിട്ടും ആ പ്രാണികൾ തീയിലേക്ക് വീഴുന്നത് പോലെ, ഇതൊക്കെ തടഞ്ഞിട്ടും ചില പ്രാണികൾ തീയിലേക്ക് വീഴുന്നത് പോലെ നിങ്ങളും വീഴാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ നിങ്ങളുടെ പിരട്ടി ഞാൻ പിടിക്കും, നിങ്ങളുടെ മൂർധാവ് ഞാൻ പിടിക്കും, എന്നിട്ട് ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്ന് വലിച്ചെടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ കുറിച്ച് മനസ്സിലാകാൻ ഇതിൽ നിന്നപ്പുറം എന്താ ഞാൻ പറഞ്ഞു തരേണ്ടത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ ഇതിനേക്കാളും അപ്പുറം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഉമ്മത്തിനോട് നമ്മോട് നബിത്തങ്ങൾ കാണിച്ച സ്നേഹം നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ആ സ്നേഹത്തിന് പകരം തിരിച്ചെന്ത് നമ്മൾക്ക് കൊടുക്കാൻ കഴിയും? ആ സ്നേഹത്തിന് പകരം നമ്മൾക്ക് തിരിച്ചെന്ത് കൊടുക്കാൻ കഴിയും? അതിനെക്കുറിച്ചാണ് ഇനിയുള്ള നാളുകളിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ചിന്തിച്ച് എന്ത് പ്രവർത്തിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഇത് എൻ്റെ ഹബീബിനുള്ള സമ്മാനമാണോ, അല്ല എൻ്റെ ഹബീബിന് വേദനയാണോ സമ്മാനിക്കുക, അല്ല ദുഃഖമാണോ, അല്ല സന്തോഷമാണോ എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഉമ്മത്തിന് പ്രയാസമില്ലാതിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നബി തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും അൻ യുസല്ലൂഹാ ഹകദാ. നബി തങ്ങളുടെ നിസ്കാരം അറിയാം. ഹുസൈഫ തങ്ങൾ നബി തങ്ങളുടെ പിന്നാലെ നിസ്കരിച്ചൊരു സംഭവമുണ്ട്. ഞാനിങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി. നബി തങ്ങൾ ഫാത്തിഹ ഓതി ചെറിയൊരു സൂറത്ത് ഓതി റുകൂഇൽ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നബി തങ്ങൾ 100 ആയത്തോതി. ഞാൻ വിചാരിച്ചു 100 കഴിഞ്ഞാൽ റുകൂഇൽ പോകുമെന്ന്. ഇല്ല, സൂറത്തുൽ ബഖറ മുഴുവനും ഓതി. ഞാൻ വിചാരിച്ചു ബഖറ കഴിഞ്ഞാൽ റുകൂഇൽ പോകുമെന്ന്. ഇല്ല, സൂറത്തു ആലു ഇമ്രാൻ ഓതി. ആലു ഇമ്രാൻ പകുതി ഓതിയാൽ സുജൂദിൽ പോകുമെന്ന് വിചാരിച്ചു. ഇല്ല, ആലു ഇമ്രാനും കഴിഞ്ഞു, നിസാഉം കഴിഞ്ഞു. ഇങ്ങനെ നബി തങ്ങൾ നീണ്ടു നിൽക്കുന്ന നിസ്കാരം, നീണ്ടു നിൽക്കുന്ന റുകൂഅ്, നീണ്ടു നിൽക്കുന്ന സുജൂദ്, ഇത് നിസ്കരിച്ചു എന്ന് മഹാനായ ഹുസൈഫ തങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നബി തങ്ങൾ പറയാൻ, അങ്ങനെ ഒരു നിസ്കാരം നിങ്ങൾക്ക് ഞാൻ നിർബന്ധമാക്കാത്തത് എൻ്റെ സമുദായത്തിന് പ്രയാസം വരുമോ, നമ്മൾക്ക് ബുദ്ധിമുട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അങ്ങനെ കൽപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു 5 നേരം 5 മിനിറ്റ് ചെലവഴിക്കാൻ കഴിയാത്ത നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു നമ്മെ കാക്കട്ടെ. അതേപോലെ എന്റെ സമുദായത്തിന് പ്രയാസം തോന്നുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ പല്ല് തേക്കാൻ നിർബന്ധിക്കാത്തത്. നിങ്ങൾ ഓരോ നിസ്കാരത്തിലും പല്ല് തേക്കണം. ഓരോ നിസ്കാരത്തിന്റെ മുമ്പിലും നിങ്ങൾ പല്ല് തേക്കണം. എന്തേ നമ്മുടെ പല്ലുകൾ കേടുവരുന്നത്? പല്ല് റൂട്ട് കനാൽ ചെയ്യണം, ഫില്ല് ചെയ്യണം, പല്ല് മാറ്റി സ്റ്റീൽ പല്ല് വെക്കണം, സ്വർണ്ണ പല്ല് വെക്കണം. ഇതൊക്കെ എന്തുകൊണ്ട്? പല്ല് തേക്കാത്തത് കാരണത്താലാണ്. 5 നേരം മക്കളെ പല്ല് തേപ്പിക്കണം.
നമ്മുടെ ചെറിയ മക്കൾ മുതൽ മുതിർന്നവർ വരെ ഓരോ നിസ്കാര സമയത്തും കൃത്യമായി പല്ല് തേക്കണം. ഉളൂ ചെയ്യുന്ന സമയത്ത് പല്ല് തേക്കുക, അറാക്ക് കയ്യിൽ പിടിക്കുക, അല്ലെങ്കിൽ ബ്രഷ് കയ്യിൽ പിടിക്കുക, ഉളൂ ചെയ്യുമ്പോൾ പല്ല് തേക്കുക, എന്നിട്ട് അവിടെ വെക്കുക. അസറും ദുഹറും മഗ്രിബും ഇശാവും 5 നേരം നിങ്ങൾ പല്ല് തേച്ചാൽ നിങ്ങളുടെ പല്ലിൽ ഒരു കേടും ഉണ്ടാവൂല, ഒരു പ്രയാസമോ വേദനയോ ഒന്നും ഉണ്ടാവൂല. അതോടൊപ്പം നിങ്ങൾക്ക് എനിക്ക് നിർബന്ധിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, നിർബന്ധമായി ചെയ്യണമെന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം. നിങ്ങളോട് ഇത് നിർബന്ധമായി ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ പല്ല് തേക്കുന്ന ആളുകളൊക്കെ ഇല്ലേ, അവരെക്കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ക്ഷീണാവൂലേ എന്ന് വിചാരിച്ച് ഞാൻ നിർബന്ധിപ്പിക്കാത്തതാണ്. എന്നാലും നിങ്ങൾ 5 നേരം ചെയ്യണം കേട്ടോ. നബി തങ്ങൾ പറഞ്ഞതിൻ്റെ ആശയം അതാണ് അല്ലേ. രാവിലെയൊക്കെ പല്ല് തേക്കാതെ ബെഡ് കോഫി കുടിക്കുന്ന ആളുകളില്ലേ, രാവിലെ രാത്രി ഉറങ്ങുമ്പോൾ പല്ല് തേക്കാത്ത ആളുകളില്ലേ, ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുമ്പോൾ നല്ല മത്തി എന്ന് പറയും, മത്തി ഉണ്ട് അവിടെ ഉണ്ടോ? മത്തി അയല ആ സ്മെല്ലുള്ള മീനൊക്കെ കഴിച്ചിട്ടേ പല്ലും തേക്കാതെ ഭാര്യയുടെ കൂടെ ഒക്കെ കിടന്നുറങ്ങിയാലേ പിന്നെ നാളെ ഭാര്യ വിചാരിക്കും അപ്പുറത്ത് പോയിട്ട് ഉറങ്ങാൻ, ഭർത്താവും വിചാരിക്കും. അപ്പം അതുകൊണ്ട് നല്ല വൃത്തിയിൽ പല്ലൊക്കെ തെച്ച് കിടന്നുറങ്ങുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ ഈശാ നിസ്കാരത്തിൻ്റെയും മഗ്രിബിൻ്റെ ഇടയിൽ 1 മണിക്കൂറല്ലേ വ്യത്യാസമുള്ളൂ. 6:05 എത്ര മണിക്ക് ഇവിടെ ബാങ്ക്? 6:05 6:04 6:05 അതിനോട് പരിസരം. ഇശാ ബാങ്ക് 7:15 അല്ലേ. 1 മണിക്കൂറിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. പക്ഷെ എനിക്കത് സുലുസുൽ ലൈലിലേക്ക്, രാത്രിയുടെ 1/3, അപ്പം 4 മണിക്ക് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് 4 മണിക്കൂർ കഴിഞ്ഞ് അഥവാ ഒരു 11 മണിയിലേക്ക് 10 മണിയിലേക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനിത് മാറ്റിയാൽ പലർക്കും അത് പ്രയാസമാകും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഇശാ നിസ്കാരം 10 മണി 11 മണിക്കൊക്കെ ആക്കിയാൽ നമ്മൾക്ക് പ്രയാസമാവൂലേ? ഉറങ്ങിപ്പോവും, നമ്മൾ നിസ്കരിക്കൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒന്നും ഞാൻ കൽപ്പിക്കുന്നില്ല. മഗ്രിബ് നിസ്കാരത്തിൻ്റെ 1 മണിക്കൂർ ഗ്യാപ്പിലാണ് ഞാൻ നിങ്ങൾക്ക് ഇശാ നിസ്കാരം നിർബന്ധമാക്കി തരുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഒരു സംഭവം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഇനി ആരും പോകരുത്, നമ്മൾക്ക് ദുആ ചെയ്തിട്ട് പോവാൻ. നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞ, നബി തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത വളരെ മനോഹരമായ സദസ്സാണ്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. അതുകൊണ്ട് ഈ ഒരു ഹദീസും കൂടി കഴിഞ്ഞ് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ അവസാനമായൊരു ഹദീസ് കൂടി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഹബീബിനെ കാണാനിടയായി. എവിടെ? അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അവസാന കാലഘട്ടത്തിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഖബർസ്ഥാനിലേക്ക് ചെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. വദിത്തു ഇന്നി ലഖീതു ഇഖ്വാനി, വദിത്തു അന്നി ലഖീതു ഇഖ്വാനി, വദിത്തു അന്നി ലഖീതു ഇഖ്വാനി. ഞാൻ എൻ്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിലെന്ന് കൊതിച്ചു പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ ഞാനൊന്ന് കണ്ടിരുന്നുവെങ്കിലെന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. അപ്പോഴാണ് മഹാനായ സ്വഹാബി വര്യർ ചോദിച്ചത്, അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, അവലൈസ നഹ്നു ഇഖ്വാനുക യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ ഹബീബേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ നബിയേ? ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ നബിയെ? ഞങ്ങളെ കണ്ടാൽ പോയ ഞങ്ങൾ ഇവിടെ തന്നില്ലേ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, അൻതും സ്വഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബാക്കളാണ്, നിങ്ങൾ എൻ്റെ സഹോദരങ്ങളല്ല. പിന്നെ എൻ്റെ സഹോദരങ്ങൾ ആരാണ്? കരയുകയാണ് നബി തങ്ങൾ ദുആ ചെയ്തിട്ട്, എനിക്കെൻ്റെ സഹോദരങ്ങളെ കാണണം, എനിക്കെൻ്റെ സഹോദരങ്ങളെ കാണണം. ആരാണ് നബിയെ? ഞങ്ങൾ സഹോദരങ്ങളല്ലേ? അല്ല, നിങ്ങൾ സ്വഹാബാക്കളാണ്. നബി തങ്ങൾ കാണാൻ കൊതിച്ചുപോയ സഹോദരങ്ങൾ ആരാണ്? നബി തങ്ങൾ പറയുന്നുണ്ട്, വലാകിന്ന ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങൾ, അല്ലദീന ആമനൂ ബി, എന്നെ വിശ്വസിക്കുന്നവരാണവർ, എന്നെ വിശ്വസിക്കുന്നവരാണവർ. വലം യറൗനി, ജീവിതത്തിൽ അവരെന്നെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ അവരെന്നെ കണ്ടിട്ടില്ല. നമ്മളാണ്
നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടില്ല, പക്ഷെ ഹബീബ് പറഞ്ഞത് 100% നമ്മൾ വിശ്വസിക്കുകയാണ്. നബി തങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, എന്നെ കാണാതെ എന്നെ സ്നേഹിച്ച് ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കുന്ന എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് പൂതിയാവുന്നു, എനിക്ക് ആഗ്രഹം തോന്നുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ കാണാൻ കൊതിയോടുകൂടിയാണ് മരിച്ചുപോയത്. മുഅ്മിനീങ്ങളെ, മരണസമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായമേ എന്ന് വിളിച്ചിട്ടല്ലയോ അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ സദസ്സിലൂടെ പരിശുദ്ധ ഹബീബിനെ നെഞ്ചിലേറ്റാൻ നമ്മൾക്ക് സാധിക്കണം. പരിശുദ്ധ ഹബീബ് നമ്മെ സ്നേഹിച്ചതുപോലെ തിരിച്ച് സ്നേഹിക്കാനും ജീവിതം ഒരു സമ്മാനമാക്കി അല്ലാഹുവിന്റെ ഹബീബിന് നൽകാനും നമ്മൾക്ക് കഴിയണം.